നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓപ്പൺ പോഴ്സിനെ കുറിച്ചാണ്. ഈ ഓപ്പൺ പോഴ്സ് എന്ന് പറയുമ്പോൾ മിക്കവാറും ആൾക്കാർ വന്ന് പറയുന്ന ഒരു കാര്യമാണ്, മുഖത്തിങ്ങനെ ചെറിയ ചെറിയ സൂചി കൊണ്ട് കുത്തിയതുപോലുള്ള സുഷിരങ്ങൾ മിക്കവാറും ആൾക്കാരെ അലട്ടുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഓയിലി സ്കിൻ ഉള്ളവരെയാണ് ഈ ഒരു ബുദ്ധിമുട്ട് അലട്ടുന്നത്. ഇനി എന്തൊക്കെ കാരണങ്ങൾ ഓപ്പൺ പോഴ്സിലേക്ക് നയിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിന്ന് മനസ്സിലാക്കാം. അത് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം, അതിന് നമുക്ക് എന്തെല്ലാം ചികിത്സാ രീതിയിലാണെങ്കിലും, അതിപ്പോൾ നമുക്ക് വീട്ടിൽ കുറേ കാര്യങ്ങൾ ചെയ്തു എന്നിട്ടൊന്നും ശരിയാവുന്നില്ല, അതുപോലെ ക്ലിനിക്കൽ സൈഡിലാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്കിന്ന് പറയാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ഓപ്പൺ പോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ടീനേജിൻ്റെ ഒരു തുടക്കത്തിൽ മുതൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങും. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് നമ്മുടെ പ്രായം ഏറും തോറും ഈ പോഴ്സിൻ്റെ സൈസ് കുറച്ച് കൂടി വരും. ഇത് തീർച്ചയായിട്ടും ഓയിലി സ്കിന്നിനാണ് കുറച്ച് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കാരണം നമുക്കറിയാം, ഈ സിബം എന്ന് പറഞ്ഞാണ് നമ്മുടെ ഒരു ഓയിൽ സെക്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിബത്തിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലുള്ള ആൾക്കാർക്കായിരിക്കും ഓയിലി സ്കിൻ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പോഴ്സിനകത്തൂടെ ആയിരിക്കും ഇത് പുറത്തേക്ക് വരാനായിട്ട്, അതായത് സ്കിന്നിൻ്റെ സർഫസിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓയിലി സ്കിൻ ഉള്ളവർക്ക് അത്തരത്തിലുള്ളൊരു അപ്പിയറൻസ്, ഓറഞ്ച് പീൽ സ്കിൻ എന്ന് പറയും, അതായത് നമ്മുടെ ഓറഞ്ചിൻ്റെ തോല് പോലെ ഇങ്ങനെ കുത്തു പോലെ ഇരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് അങ്ങനെ നമുക്ക് കാണാറുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫേസ് ഷേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ ഹെർസ്യൂട്ടിസം പോലുള്ള കണ്ടീഷൻ, അല്ലെങ്കിൽ പുരുഷന്മാരുടെ പോലെ താടിയും മീശയും ഉള്ള കണ്ടീഷനുള്ള സ്ത്രീകളെക്കുറിച്ചല്ല, അതല്ലാതെ തന്നെ ഫേസ് നല്ല ക്ലീൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഫേസ് ഷേവ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്, പ്രത്യേകിച്ച് ടീനേജേഴ്സ്. അതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്തരത്തിൽ നിങ്ങൾക്ക് അധികം രോമമില്ലെങ്കിൽ ഫേസ് ഷേവിങ് അല്ലെങ്കിൽ അത്തരത്തിൽ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും നല്ലൊരു കാര്യമല്ല. അതല്ലാതെ നമുക്ക് ഹെയർ റിമൂവ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ അപ്പോഴും നമ്മൾ പറയുന്നത് നമുക്ക് ഒട്ടും അത് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഹെയറിനെ കുറിച്ചാണ് സാധാരണ പറയാറുള്ളത്. അപ്പോൾ ഇങ്ങനെ നിരന്തരം ഷേവ് ചെയ്യുന്ന സമയത്ത് ആദ്യമൊക്കെ കുറച്ച് പോളിഷ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമെങ്കിലും പിന്നീട് നമുക്കിതൊരു ഇങ്ങനെ കുഴി പോലെ ഓപ്പൺ പോഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ, ഇപ്പം വൈറ്റനിങ് ക്രീംസ്, സ്കിൻ ബ്രൈറ്റനിങ് ക്രീംസ്, അത്തരത്തിലുള്ള ക്രീമുകൾ ഉപയോഗിക്കുന്നത്. നൈറ്റ് ക്രീം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല ആൾക്കാരും ഇത് ഉപയോഗിക്കുന്നത്. ഒരിക്കലും നൈറ്റ് ക്രീം ഒന്നും ഇട്ടാൽ നമ്മളങ്ങനെ വെളുത്ത് വാറുമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കൊമിഡോൺസ് എന്ന് പറയുന്ന സാധനം, അതായത് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ടല്ലോ, മിക്കവാറും ഈ വൈറ്റനിങ് ക്രീംസ് ഉപയോഗിക്കുന്നവർക്കെല്ലാം നമ്മൾ സ്കിന്നെ നോക്കി കഴിയുമ്പോഴത്തേക്കും നിറയെ വൈറ്റ് ഹെഡ്സ് കാണാൻ പറ്റും. അത് ശരിക്കും ഈ സൂചി കൊണ്ട് അതിങ്ങനെ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുഴിയായിട്ട് വരും. എടുത്തില്ലെങ്കിലും ആ ഒരു അപ്പിയറൻസ് തന്നെയാണ്. അപ്പോൾ ഇത് വരുന്നതുകൊണ്ടാണല്ലോ ഇത്തരത്തിൽ നമുക്ക് കുഴി പോലെ വരുന്നത്. എന്നുവെച്ചാൽ ഈ ഇങ്ങനത്തെ ക്രീംസ് ഉപയോഗിക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത്തരത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ക്രബുകൾ ഒരുപാട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഇപ്പോൾ ഭയങ്കര ഒരുപാട് റഫായിട്ടുള്ള, ഒരുപാട് പരുവരാന്നുള്ള സ്ക്രബുകളുണ്ട്. ജെൻറ്റൽ സ്ക്രബിൻ്റെ കാര്യമല്ല നമ്മൾ പറയുന്നത്. നല്ല രീതിയിൽ സ്ക്രബ് ചെയ്തിട്ട് ഉള്ള ഇതെല്ലാം പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിരന്തരം ചെയ്യുമ്പോൾ സ്കിന്നിൻ്റെ ബാരിയർ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഈ ഒരു ഓപ്പൺ പോഴ്സ് കാണാം. പിന്നീടുള്ളത് ഇപ്പോൾ പോസ്റ്റ് ആക്നെ സ്കാർ എന്നൊക്കെ പറയും. നമ്മൾ മുഖക്കുരു വന്ന് പോയതിൻ്റെ ചെറിയ റാഷ് പോലെ വരുന്ന കുരുക്കളാണെങ്കിൽ കാലാന്തരത്തിൽ നമുക്കിതേപോലെ ഓപ്പൺ പോഴ്സ് വരാം. അപ്പോൾ ആ ഒരു സാധ്യതയുണ്ട്. ഇനി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഓപ്പൺ പോഴ്സ് ഉള്ള ഓയിലി സ്കിന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത്, ഇതിൻ്റെ അപ്പിയറൻസ് കുറയ്ക്കാൻ എന്ത് ചെയ്യാമെന്ന് നോക്കണ്ടേ. ഫിസിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ച്, അതായത് ഇപ്പോൾ നമ്മളൊരു ക്രീമോ അല്ലെങ്കിൽ ഒരു ലോഷനോ അല്ലെങ്കിൽ ഒരു ടോണറോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ അതിനെ കുറയ്ക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് വളരെ ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത് നിർത്തി കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും ആ അപ്പിയറൻസിലേക്ക് തിരിച്ച് പോകും. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം, ടോണറിൻ്റെ കാര്യം പറയാം. ഇപ്പോൾ ടോണർ പൊതുവേ നമ്മൾ പറയുന്നത് പറഞ്ഞാൽ നല്ല ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് ഈ പോഴ്സിനെ ഒന്ന് ജസ്റ്റ് ഷ്രിങ്ക് ചെയ്യും. അത് ടൈം ബീയിങ്, സമയത്തേക്ക് മാത്രം. അപ്പോൾ മേക്കപ്പ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ ആ ടോണർ ഉപയോഗിക്കുമ്പോൾ ഒരു ഈവൻ സ്കിൻ ടോൺ, നമുക്ക് ടോണല്ല ഈവൻ സ്കിന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതൊരു ഫീലിംഗ് മാത്രമാണ്. തിരിച്ച് അതിൻ്റെ ഇഫക്റ്റ് പോകുമ്പോഴത്തേക്ക് വീണ്ടും അത് ഓപ്പണായി വരും. അതുപോലെ തന്നെയാണ് ഈ ഐസ് ക്യൂബ്സ് റബ്ബ് ചെയ്യുന്ന കാര്യവും. അപ്പോൾ ഐസ് ക്യൂബ്സോ അല്ലെങ്കിൽ ഐസ് വാട്ടറൊക്കെ നമ്മളിത് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ടെമ്പററി ആയിട്ട് നമുക്കൊന്ന് ഷ്രിങ്ക് ചെയ്യും. അപ്പോൾ മേക്കപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇതിനെ ഒന്ന് ഷ്രിങ്ക് ചെയ്യാൻ. ഈ രണ്ട് മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാം. ഇനി അതല്ലാതെ പലതരത്തിലുള്ള ക്രീംസ് ഉണ്ട്. ഇപ്പം
സെല്ലിൻ്റെ ടേൺ ഓവർ കൂട്ടുന്ന, അല്ലെങ്കിൽ നമുക്കിതേപോലെ തന്നെ ഓപ്പൺ പോഴ്സിന് വേണ്ടിയിട്ട് സ്കാർ റിഡക്ഷന് വേണ്ടിയിട്ടൊക്കെ ക്രീംസ് എന്ന് പറയും. അതും ഈ പറഞ്ഞതുപോലെ ഏറ്റവും ഇഫക്റ്റീവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ചോദിക്കുക ഏതാണ് ഇപ്പോൾ ഏറ്റവും ഇഫക്റ്റീവ് എന്ന്. നമുക്ക് ഈ പോഴ്സിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് ക്ലിനിക്കലി ചെയ്യാവുന്ന പ്രൊസീജിയേഴ്സാണ് എപ്പോഴും നമുക്ക് ഇഫക്റ്റീവായിട്ട് വരുന്നത്. അപ്പം നമ്മുടെ അഭിപ്രായത്തിൽ നമ്മളിപ്പോൾ ക്ലിനിക്കലി ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പം മൈക്രോ നീഡ്ലിംഗ്, റേഡിയോ ഫ്രീക്വൻസി പോലുള്ള കാര്യങ്ങളുണ്ട്, MNRF പോലുള്ള കാര്യങ്ങൾ. ഇത് അത്യാവശ്യം നല്ലതായിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാൻ നമ്മളെ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെസോതെറാപ്പി പോലുള്ള കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ. മുഖത്ത് വരുന്ന ഇത്തരം ചെറിയ ചെറിയ ഓപ്പൺ പോഴ്സ് ആയാലും അതുപോലെ തന്നെ മുഖക്കുരുവിൻ്റെ കുഴികളായാലും അത്തരത്തിലുള്ള ഇപ്പോൾ ചിക്കൻ ബോക്സ് ഒക്കെ വന്നു പോകുന്നവർ, അല്ലെങ്കിൽ സ്ട്രെച്ച് മാർക്സ് പോലുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ നമ്മൾ MNRF പോലുള്ള കാര്യങ്ങൾ കുറച്ച് ഇഫക്റ്റീവാണ്. അതല്ലാത്തയും പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ്, അവരുടെ ഏജ്, ഇനിയും മുഖക്കുരു വരാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ശീലങ്ങൾ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അത് നമുക്ക് പല സെറ്റിങ്സ് ആയിട്ട് ചെയ്യേണ്ടി വരും. അത് കൂടുതലായിട്ട് വരുന്നെങ്കിലാണ് അങ്ങനെ. അതല്ലെങ്കിൽ എത്ര എന്നൊക്കെ ഉള്ളത് നമുക്ക് അവരുടെ സ്കിന്ന് കണ്ടതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ പ്രോഡക്റ്റ്സ് ഏതൊക്കെ ഉപയോഗിക്കണം. ഇപ്പോൾ ഈ ഓപ്പൺ പോഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഏതെല്ലാം ശീലം, ഇപ്പോൾ ഓയിലി ഫുഡ് കുറയ്ക്കണം, അല്ലെങ്കിൽ മധുരം കുറയ്ക്കണം, ഒരുപാട് ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം, ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുക. പിന്നെ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ്, ഇപ്പോൾ ഫേസ് വാഷ് ആയാലും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ തലയിൽ ഡാൻഡ്രഫ് ഉണ്ടോ, ഇങ്ങനത്തെ ഒക്കെ ഉള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് നോക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കേസ് ടേക്കിങ്ങിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ പ്രോഡക്റ്റ്സ് അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഓപ്പൺ പോഴ്സ് എന്ന് പറഞ്ഞ സംഭവത്തിനെ നമുക്ക് നല്ല രീതിയിൽ ടാക്കിൾ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.